മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. രോഗിയാണെങ്കിലും പാപിയാണെങ്കിലും തിരിച്ചു വരൂ മകനേ. ഓ മക്കളേ മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. നിന്നുടെ പാപങ്ങൾ ഘോരമാണെങ്കിലും മായ്ക്കുവാൻ ക്രൂശിലെ യാഗമില്ലേ. നിന്നുടെ പാപങ്ങൾ ഘോരമാണെങ്കിലും മായ്ക്കുവാൻ ക്രൂശിലെ യാഗമില്ലേ. അന്നവൻ പേറിയ ക്രൂശു നിർമ്മിച്ചത് നിന്നുടെ പാപമെന്നോർക്കുകില്ലേ. ആ ക്രൂശിലേക്കൊന്നു നീ നോക്കുകില്ലേ. മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഹോശയ്യ 2:14. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. ഈ അവൾ എന്ന് പറയുന്നത് മണവാട്ടി സഭയാണ്. മണവാട്ടി സഭ. ക്രിസ്തു തൻ്റെ മണവാട്ടി സഭയെ വശീകരിച്ച് ആകർഷിച്ച് സ്വാധീനം ചെയ്ത് സ്നേഹത്തോടെ വശീകരിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുപോകും. മരുഭൂമിയിൽ ചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. മരുഭൂമിയുടെ അനുഭവത്തിൽ പോകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വരൾച്ചയുണ്ട്, വെയിലേറ്റ് വാടിത്തളരും. ഈ ജീവിതം അങ്ങനെയാണല്ലോ, വെയിലേറ്റ് വാടിത്തളരും. മരുഭൂമിയിലെ ജീവിതത്തിൽ നാം പലപ്പോഴും ചൂടുള്ള കാറ്റേറ്റ് നമ്മുടെ ശരീരം വലയും, നമ്മുടെ ഹൃദയം വലയും, നമ്മുടെ മനസ്സ് വലയും. മരുഭൂമിയിലെ മണൽപ്പരപ്പിൽ കൂടിയുള്ള യാത്ര അത്യന്തം ക്ലേശകരമാണ്. കാരണം ചുട്ടുപഴുത്ത മണലാരണ്യം, ചുട്ടുപഴുത്ത മണലിന് മീതെ നടന്നു പോകുക. പക്ഷേ കർത്താവ് പറയുന്നു, ഞാനുള്ള ഹൃദ്യമായി സംസാരിക്കാൻ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുമെന്ന്. മരുഭൂമിയുടെ അനുഭവത്തിൽ നാം എത്തുക എന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കൂ, അത് നമ്മോട് ഹൃദ്യമായി കർത്താവ് സംസാരിക്കുന്ന സമയമാണ്. അനേകരും ഇന്ന് മരുഭൂമിയുടെ അനുഭവത്തിലാണ്. ദുരിതം പിടിച്ച ജീവിതം, എന്ത് യാതനാഭരിതമാണ് മനുഷ്യ ജീവിതം, എത്ര ക്ലേശകരമാണ്. ഓരോ ദിവസവും പുതിയ പുതിയ പ്രശ്നങ്ങളേറ്റ് വാടി തളർന്നാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. കഷ്ടപ്പാടും ദുഃഖവും രോഗവും നെടുവീർപ്പും വേദനയും യാതനയും എല്ലാ ആകുലങ്ങളുമായി വലയുന്ന മനുഷ്യ ജീവിതം. നാം എല്ലാവരും അങ്ങനെയാണ്, ഓരോ തരത്തിൽ. ചിലർക്ക് കൂടിയിരിക്കും, ചിലർക്ക് കുറഞ്ഞിരിക്കും. ഈ മരുഭൂമിയിലെ ജീവിതത്തിൽ നാം തളരരുത്, നിരാശപ്പെടരുത്. കാരണം അവിടെ വെച്ചാണ് കർത്താവ് നമ്മോട് സംസാരിക്കാൻ പോകുന്നത്. മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി കർത്താവ് നമ്മോട് സംസാരിക്കും. ഊഷരമായ മരുപ്പറമ്പിൽ കർത്താവായ യേശു ക്രിസ്തു നമ്മോട് സംസാരിക്കും. മരുഭൂമിയുടെ അനുഭവം നമുക്ക് ലഭിക്കുമ്പോൾ, കഷ്ടങ്ങൾ നഷ്ടങ്ങൾ വരുമ്പോൾ
ആകുലങ്ങൾ, രോഗങ്ങൾ വരുമ്പോൾ, കുടുംബത്തിൽ കലഹവും പ്രയാസങ്ങളും നിരാശകരമായ സാഹചര്യങ്ങളും വരുമ്പോൾ ആ മരുഭൂമിയുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് കർത്താവ് നമ്മോട് സംസാരിക്കും, കർത്താവ് നമ്മോട് ഇടപെടും. അതൊരു വലിയ ഭാഗ്യമാണ്. കാരണം യേശുക്രിസ്തുവിൻ്റെ തിരുസാന്നിധ്യം കിട്ടുവാൻ ഈ മരുഭൂമി നല്ലതാണ്. പറയാൻ എളുപ്പമാണെങ്കിലും എനിക്കറിയാം ആ മരുഭൂമിയുടെ അനുഭവത്തിൽ വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ദുഃഖമുണ്ട്, പ്രയാസമുണ്ട്, വരൾച്ചയുണ്ട്, വേദനയുണ്ട്, പ്രയാസമുണ്ട്. പക്ഷേ ഈ മരുഭൂമിയിൽ കൊണ്ടുചെന്ന് നമ്മോട് സംസാരിക്കും. മരുഭൂമിയിൽ പ്രയാസമേറിയ സാഹചര്യത്തിൽ, ദുരിതപൂരിതമായ സാഹചര്യത്തിൽ ക്രിസ്തു നമ്മോട് സംസാരിക്കും. അതാണ് ഇവിടെ പറഞ്ഞത്, ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളുടെ ഹൃദ്യമായി സംസാരിക്കും. വശീകരിച്ച് കൊണ്ടുപോവുകയാണ്. വശീകരിച്ച് പൂർവ്വ പുണ്യപിതാക്കന്മാർ പാടി, എന്നെ മയക്കി നിൻ നല്ല സൗന്ദര്യ ആശ്ചര്യങ്ങൾ. നിൻ്റെ നല്ല ആശ്ചര്യകരമായ സൗന്ദര്യം എന്നെ മയക്കി, എന്നെ വശീകരിച്ചു. എന്നെ കർത്താവായ യേശുവേ, നിൻ്റെ അത്ഭുത സ്നേഹമാകുന്ന ആ സൗന്ദര്യം എന്നെ വശീകരിച്ചു. മരുഭൂമിയിലേക്ക് എന്നെ കൊണ്ടുവരുന്നു. കർത്താവ് വശീകരിച്ച് കൊണ്ടുവരികയാണ്. ആ ഗീതം മനോഹരമായ ഗീതമാണ്, നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും. നിൻമുറിവുകളിൽ നിന്നേറ്റേൻ നൂറോൻ മണമെന്നാഥ, നിന്നതരങ്ങളഹോ പട്ടിൻ നൂലോടൊത്തുള്ളു കാൺമാൻ വന്നോ എന്നെ പടർച്ചൂറ്റി കുരിശാലടിയാരെ കാക്കും നാഥൻ നായ സ്തോത്രം ഹല്ലേലൂയ. അട്ടഹസിക്കുന്നേ എന്നെ മയക്കി നിന്നൽ സൗന്ദര്യാശ്ചര്യങ്ങൾ നിൻ സ്തുതി പാടാൻ സ്വരമിവരില്ലൊന്നും. വളരെ മനോഹരമായ ഗീതമാണ്, വളരെ മനോഹരമായ ഗീതം. കർത്താവേ, നീ എന്നെ വശീകരിച്ചത് എങ്ങനെയാണ്? നിൻ്റെ തിരുമുറിവുകളിൽ നിന്ന് ഉതിർന്നു വന്നതായ ആ മൂറോൻ്റെ നറുമണം, പരിശുദ്ധാത്മാവിൻ്റെ സുഗന്ധം എന്നെ വശീകരിച്ചു. നിൻ്റെ തിരുമുറിവുകളിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ സുഗന്ധമാണ് എനിക്ക് കിട്ടിയത്. ഗോകുൽത്തായിൽ 3 ആണികൾ നീ തൂങ്ങിക്കിടന്നപ്പോൾ നിൻ്റെ ശരീരത്തിലുള്ളതായ ആ 5 മുറിവുകളിൽ നിന്ന് എനിക്ക് മൂറോൻ്റെ നറുമണം ലഭിച്ചു, പരിശുദ്ധാത്മാവിൻ്റെ സുഗന്ധം ലഭിച്ചു. പിതാക്കന്മാർ അങ്ങനെയാണ് പാടുന്നത്. വളരെ അർത്ഥവത്തായ പാട്ടാണ്. ഞാൻ ആ സുഗന്ധം എവിടെ നിന്നാണ് വരുന്നത് അറിയാനായിട്ട് ഞാൻ ഓടി. കാരണം എന്നെ വശീകരിച്ചു പോയി, എന്നെ വല്ലാതെ ആകർഷിച്ചു പോയി. എവിടെ നിന്നാണ് ഈ സുഗന്ധം വരുന്നത്, അതിൻ്റെ ഉറവിടം എവിടെയാണ്, അതറിയാനായിട്ട് ഞാൻ ഓടിയപ്പോൾ ചില ഭടന്മാരെന്നെ തടഞ്ഞു. നീ എന്ത് മണ്ടത്തിനാണ് കാണിക്കുന്നത്? മൂറോനെന്നും നറുമണമെന്നൊക്കെ ആയിട്ട് ഓടാനേ ഉള്ളൂ നീ? ഇതൊക്കെ വെറും ഭാവനയല്ലേ, തോന്നലല്ലേ, ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല, അതിൻ്റെ പേരൊന്നും പോകണ്ട എന്ന് പറഞ്ഞ് ചിലരെന്നെ തടഞ്ഞു. പക്ഷേ എന്നെ വശീകരിച്ചത് ആ സ്നേഹമായിരുന്നു, ക്രൂശിലെ സ്നേഹമായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ തിരുമുറിവുകളായിരുന്നു എന്നെ വശീകരിച്ചത്. ആ തിരുമുറികളിൽ നിന്ന് വന്ന തിരുരക്തത്തിൻ്റെ ആ സുഗന്ധം, പരിശുദ്ധാത്മാവിൻ്റെ സുഗന്ധം എന്നെ വശീകരിച്ചു. അതുകൊണ്ട് ഞാൻ അവരെ വിട്ട് ഓടി. എത്തിയത് ഗോകുൽത്തായിലാണ്. സുഗന്ധത്തിൻ്റെ ഉറവിടം തേടി ഓടി ഞാൻ ഗോകുൽത്താ കുരിശിൻ്റെ ചുവട്ടിലെത്തി. അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ടു, തിരുമാറു തുറന്നും തിരക്തം വാർന്നു കിടക്കുന്ന എൻ്റെ രക്ഷകനെ ഞാൻ കണ്ടു. തിരുമാറു തുറന്നും തിരക്തം വാർന്നു കിടക്കുന്നു. ഞാൻ അവിടെ നിന്നുകൊണ്ട് കുരിശാൽ അടിയാരെ കാക്കുന്ന നാഥനായി സ്തോത്രം എന്ന്, ഹല്ലേലൂയ എന്ന് ഞാൻ അട്ടഹസിച്ചു. ദൈവത്തിന് സ്തോത്രം. നിൻമുറിവുകളിൽ നിന്നേറ്റേൻ മൂറോൻ മണമെന്നാഥ, നിന്നതരങ്ങളോ പട്ടിൻ നൂലോടൊത്തുള്ളു കാൺമാൻ വന്നോ എന്നെ പടർച്ചൂറ്റി ഗോകുൽത്തായി. അവരെ വിട്ടോടി
നിന്നായി സ്തോത്രം. ഹല്ലേലൂയ. അട്ടഹസിക്കുന്നേ എന്നെ മയക്കി നിന്നൽ സൗന്ദര്യാശ്ചര്യങ്ങൾ നിൻ സ്തുതി ദൈവസുധാ പാടാൻ സ്വരമിവനില്ലോ. നിന്റെ നല്ല സൗന്ദര്യം, ആശ്ചര്യകരമായ സൗന്ദര്യം എന്നെ മയക്കി എന്നെ വശീകരിച്ചു. ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, മരുഭൂമിയാണ്, വരൾച്ചയാണ്, ഊഷരമായ മണലാരണ്യമാണ്, കഠിനമായ വെയിലാണ്, തണലില്ല, ഒരു വെള്ളം കിട്ടാനില്ല. അങ്ങനെയുള്ള മരുഭൂമിയിൽ, സാധാരണഗതിയിൽ വരണ്ടുണങ്ങിയ മരുഭൂമിയിൽ, പ്രയാസമേറിയ മരുഭൂമിയിൽ ക്രിസ്തു നമ്മെ കൊണ്ടുചെന്ന് നമ്മോട് ഹൃദ്യമായി സംസാരിക്കും. മരുഭൂമിയിൽ എത്തിച്ചേർന്നാൽ ക്രിസ്തുവിൻ്റെ സ്വരം കേൾക്കാം. കഷ്ടതയുടെ മധ്യത്തിൽ ക്രിസ്തുവിൻ്റെ ആലോചന കേൾക്കാം. ദുരിതത്തിൻ്റെ മധ്യത്തിൽ ക്രിസ്തുവിന് നമ്മൾ അറിയിക്കാനുള്ളതായ കാര്യങ്ങൾ കേൾക്കാം. യാതനാഭരിതമായ ഈ ജീവിതത്തിൽ നാം കഷ്ടപ്പെട്ട് വലയുമ്പോൾ ഒന്ന് ഓർക്കൂ, ഇത് എനിക്ക് ദൈവം അനുവദിച്ചത് ക്രിസ്തുവിൻ്റെ സ്വരം കേൾക്കാനാണ്. ക്രിസ്തുവിൻ്റെ സ്വരം കേൾക്കാനാണ്, ക്രിസ്തുവിൻ്റെ ഇംഗിതം അറിയാനാണ്, അവൻ്റെ ആഗ്രഹം അറിയാനാണ്. എന്നെക്കുറിച്ചുള്ള ക്രിസ്തുവിൻ്റെ പദ്ധതി എന്തായെന്ന് അറിയാനായിട്ട് എന്നെ കൊണ്ടുപോയിരിക്കുകയാണ്. മരുഭൂമിയിൽ ഹൃദ്യമായി സംസാരിക്കും. മരുഭൂമിയുടെ വരണ്ട അനുഭവത്തിൽ കഴിയുന്നവരുണ്ടോ? മരുഭൂമിയുടെ വരണ്ട അനുഭവം പ്രയാസമാണ്. ഭയങ്കരമായ ഉഷ്ണക്കാറ്റ്, ചുട്ടുപഴുത്ത മണലരണ്യം. ഈ ഉഷ്ണക്കാറ്റ് വന്ന് ദേഹത്തെ ഏശുമ്പോൾ ശരീരത്തിൽ അവിടെ തിണർത്ത് പൊങ്ങും, പൊള്ളുന്നത് പോലെ, കരുവാളിക്കുന്നത് പോലൊക്കെ വരും. മരുഭൂമിയാണ്. എന്നാൽ അങ്ങനെയുള്ള മരുഭൂമിയുടെ ജീവിതത്തിൽ നാം പലരും അങ്ങനെയാണ് പോകുന്നത്. മരുഭൂമി ചിലപ്പോൾ കഠിനമായ രോഗമായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ്സിലെ ഭയാനകമായ നഷ്ടമായിരിക്കാം, അല്ലെങ്കിൽ വലിയ കടത്തിൻ്റെ കെടുതിയായിരിക്കാം, അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ കുടുംബത്തിൽ ഇഷ്ടക്കേടും മുഷിച്ചിലും വന്ന് പരസ്പരമുള്ള സ്പർദ്ധയോ വൈരാഗ്യമോ വൈരുദ്ധ്യമോ ആയിരിക്കാം. സഹോദരങ്ങൾ തമ്മിൽ തീരെ ഇഷ്ടമില്ലാത്ത ചില ഭവനങ്ങളുണ്ട്, അങ്ങനെയുള്ള പ്രയാസങ്ങളായിരിക്കാം. ചിലപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ ഇണക്കമില്ലാതെ, പരസ്പരം സ്നേഹമില്ലാതെ, ഐക്യമില്ലാതെ, ഒരു മനസ്സായി നിൽക്കാൻ പറ്റാതെ പലപ്പോഴും വൈരുദ്ധ്യം ഉണ്ടാകുന്ന എത്രയും ഹീനമായ, എത്രയും വേദനാകരമായ അനുഭവത്തിൽ കൂടെ കടന്നു പോവുകയായിരിക്കാം മരുഭൂമി. ഇങ്ങനെയുള്ള മരുഭൂമി വരുമ്പോൾ ഓർത്തുകൊള്ളണം, ഇപ്പോൾ കർത്താവിനോട് ഹൃദ്യമായി സംസാരിക്കും. ഞാൻ ഒറ്റയ്ക്ക് ഈ മരുഭൂമിയിൽ കൂടി പോകുമ്പോൾ എൻ്റെ കർത്താവ് എന്നോട് സംസാരിക്കും. ഈ കർത്താവിൻ്റെ സ്വരം കേൾക്കാം. മരുഭൂമിയിലായിട്ട് ആരുമില്ല, മരുഭൂമിയിൽ ആരുമില്ല, നിർജ്ജനമായി മരുഭൂമി. ഒരു നടന്നു നീങ്ങിയ വഴി പോലും കാണാനില്ല, നടന്ന് വഴിയില്ല. മുന്നോട്ട് എങ്ങനെയാണ് പോകേണ്ടതെന്ന് അറിയാൻ പാടില്ല, എവിടെ എത്തുന്നതെന്ന് അറിയാൻ പാടില്ല. മരുഭൂമി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ജീവിതത്തിലെ ഏതെങ്കിലും യാതനകളിലോ കഷ്ടങ്ങളിലോ ദുരിതങ്ങളിലോ പെട്ട് വലയുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കൂ, നിങ്ങൾക്ക് ഇത് ക്രിസ്തു നിങ്ങളോട് സംസാരിക്കുന്ന അവസരമാണ്. ക്രിസ്തു നിങ്ങൾക്ക് ആശ്വാസം തരുന്ന അവസരമാണ്. ആശ്വാസത്തിനായി ഭൂമിയിൽ ആരുമില്ലായിരിക്കും. ഒരുപക്ഷേ നിങ്ങളുടെ അപ്പൻ നിങ്ങൾക്ക് ആശ്വാസം തരുന്നില്ലായിരിക്കാം. അപ്പൻ ഭയങ്കരമായി മദ്യപാനിയാണെങ്കിൽ മക്കൾക്ക് എന്താ ആശ്വാസം? പ്രയാസമല്ലേ? മക്കൾക്ക് എന്തൊരു വേദനയാണ്. മദ്യത്തിൻ്റെ അടിമയായി അപ്പം തീർന്ന് എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എല്ലാം തീർത്ത് വിറ്റ് കുടിച്ച് കഴിയുമ്പോൾ മക്കൾ ദുരിതം അനുഭവിക്കുന്നു, വേദനാകരമാണ്. പക്ഷേ ആ അനുഭവം അത് ചിലപ്പോൾ നമുക്ക് താങ്ങാൻ വയ്യാത്ത അനുഭവമായിരിക്കും. എങ്കിൽ പോലും ക്രിസ്തു നമ്മോട് സംസാരിക്കും. ക്രിസ്തുവിൻ്റെ സ്വരം നമുക്ക് കേൾക്കാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കും. മരുഭൂമിയിൽ ഏകാന്ത രാവുകളിൽ, ആരോരും നമുക്ക് താങ്ങില്ലാത്ത രാവുകളിൽ, ആരും നമ്മെ നിന്ന് നല്ല വാക്ക് പറയാൻ പോലും ആരും ഇല്ലാത്ത ദേശത്ത്, ആരും നമ്മളൊരു അനുഭവം കാണിക്കാനില്ല. എല്ലാവരും നമ്മെ തെറ്റിദ്ധരിക്കുകയോ വെറുക്കുകയോ പകയ്ക്കുകയോ ചെയ്യും. പക്ഷേ അവിടെ നമുക്ക് ഒരാശ്വാസം തരും. ആര്? ക്രിസ്തു തരും. എത്രയെത്ര പ്രതിസന്ധികളിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത്. ഓരോ ദിവസവും യാതനാഭരിതമായ ജീവിതമല്ലേ ഇന്ന് നയിക്കുന്നത്. ഓർത്ത് നോക്കൂ, ഇല്ലേ? കഷ്ടപ്പാടല്ലേ? ഏറ്റവും വലിയ കഷ്ടപ്പാടിൽ കൂടി പോകുമ്പോൾ അപ്പോൾ ഓർത്തുകൊള്ളണം, ഇത് എനിക്ക് കിട്ടിയ സുവർണാവസരമാണ്. എൻ്റെ കർത്താവ് എന്നോട് ഹൃദ്യമായി സംസാരിക്കുന്ന അവസരമാണ് എന്ന്. ഞാനവളെ വശീകരിച്ച് മരുഭൂമിയിൽ ചെന്നവളോട് ഹൃദ്യമായി സംസാരിക്കും. ഹാഗാറിൻ്റെ ജീവിതം മരുഭൂമിയിലെ കഷ്ടപ്പെട്ടുള്ള യാത്രയായിരുന്നു. ഹാഗാർ ആരാണ്? ഈ ഹാഗാർ അത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് നിങ്ങൾ ഓർക്കുമായിരിക്കും. അബ്രഹാമിൻ്റെ ഭാര്യയായ സാറായുടെ ദാസിയാണ് ഹാഗാർ.
അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വന്നുപോയ ഒരു വലിയൊരു അനർത്ഥമായിപ്പോയി അത്. മിസ്രൈമിലേക്ക് പോയി തിരിച്ചു പോന്നപ്പോൾ മിസ്രൈമിൽ നിന്നൊരു ദാസിയെ കൂടി കൊണ്ടുവന്നു. സാറ പറഞ്ഞു കാണും ഈ പെൺകുട്ടി കൊള്ളാമല്ലോ, നല്ല അനുസരണമുള്ള കുട്ടിയായിട്ട് തോന്നുന്നു. ഈ മിസ്രൈമർ പൊതുവേ നമുക്ക് സ്വീകാര്യരല്ലെങ്കിലും ഇവളെ കണ്ടിട്ട് കൊള്ളാമെന്ന് തോന്നുന്നു. ഇവിടെ അന്യജാതിക്കാരിയാണ്, സാരമില്ല, എന്നാലും നമുക്ക് പോകുമ്പോൾ ഇവിടെ കൂടി കൊണ്ടുപോയാൽ നമുക്കൊരു തുണയാകുമല്ലോ. അടുക്കളയിലെ കാര്യങ്ങൾ നോക്കാനും എല്ലാമായിട്ട് ഒരു വീട് തുടയ്ക്കാനും മുറ്റം അടിക്കാനും പാത്രം കഴുകാനൊക്കെ ഒരാൾ വേണമല്ലോ. ഞാൻ തന്നെ എത്ര നാളാണ് കഷ്ടപ്പെടുന്നത്. ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ഇവളെയും കൊണ്ടുപോയാലോ. സാറ അബ്രഹാമിനോട് ആലോചന പറഞ്ഞു. അബ്രഹാം മറ്റൊന്നും ചിന്തിച്ചില്ല. ശരി, നിൻ്റെ ഇഷ്ടം പോലെയാകട്ടെ. അങ്ങനെ ഈജിപ്തിൽ നിന്ന് പലസ്തീനിലേക്ക് കനാനിലേക്ക് തിരികെ പോകുമ്പോൾ ആ യാത്രയിൽ അവർ കൂടെ കൊണ്ടുവന്നു ഹാഗാറിനെ കൂടി, ദാസിയായ ഹാഗാറിനെ കൂടി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഹാഗാർ നല്ല അനുസരണമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. നല്ല വിവേകമുള്ള വകതിരിവുള്ളൊരു കുട്ടിയായിരുന്നു. എളിമയുള്ള കുട്ടിയായിരുന്നു. നല്ലതാണ്. അങ്ങനെയുള്ള വേലക്കാരെ കിട്ടുന്നത് ഭാഗ്യമാണ്. നല്ല വിനയമുള്ളൊരു കുട്ടി, സൗശീല്യമുള്ളൊരു കുട്ടി. സാറയ്ക്കുള്ള രക്ഷപ്പെട്ടു. അബ്രഹാമിനും തിരക്കേടില്ലെന്ന് തോന്നി. പക്ഷേ ഒരു ദിവസം സാറ അബ്രഹാമിനോട് ഒരാലോചന പറഞ്ഞു. നമുക്കിപ്പോൾ എത്ര വയസ്സായി? അബ്രഹാം പറഞ്ഞു, എനിക്ക് ഇപ്പോൾ 85 വയസ്സായി. 10 വർഷം മുമ്പ് നിങ്ങൾക്ക് ദൈവം തന്ന ഒരു വാഗ്ദത്തം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതോർക്കുന്നുണ്ട്. അല്ല, നിനക്ക് ഒരു സന്തതി ഉണ്ടാകുമെന്ന് ദൈവം ഒരു വാഗ്ദത്തം തന്നില്ലേ? അപ്പം അറിയാമല്ലോ, ദൈവം തന്ന വാഗ്ദത്തം നിശ്ചയമായിട്ട് നിറവേറും. പക്ഷേ ദൈവം തന്ന വാഗ്ദത്തം നിറവേറുമെങ്കിലും ഈ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു ബുദ്ധി തോന്നുകയാണ്, ഞാൻ ഏതായാലും ഇത്രയും വർഷങ്ങളായിട്ടും ഒരു മകനെ പ്രസവിക്കാൻ പറ്റിയില്ല, ഒരു സന്തതിയില്ല, അതിനുള്ള സാധ്യതയില്ല. എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഈ ദാസിയെ നീ ഭാര്യയായിട്ട് എടുത്തോളൂ, അവളിൽ നിന്നൊരു പുത്രൻ ഉണ്ടാകട്ടെ, അങ്ങനെ ദൈവത്തിൻ്റെ വാഗ്ദത്തം നിറവേറട്ടെ. ദൈവത്തെ സഹായിക്കാൻ സാറ ഉപദേശിച്ചു. എന്താണ്? ദൈവത്തിൻ്റെ വചനം നിറവേറ്റാൻ സാറ അബ്രഹാമിനെ ഉപദേശിച്ചു. കഷ്ടമായിപ്പോയി, അബദ്ധമായിപ്പോയി. അബ്രഹാം പാവം, അബ്രഹാം അത്രയും ചിന്തിച്ചില്ല. അപകടമാണ് ചിന്തിച്ചില്ല, അപകടം പതിയിരിക്കുന്നത് ചിന്തിച്ചില്ല. നൂറ്റാണ്ടുകൾ പകരുന്ന ഭയാനകമായ വിപത്താണ് ഇവിടെ തുടങ്ങുന്നതെന്ന് അബ്രഹാം മനസ്സിലാക്കിയില്ല. വിശ്വാസിയായ അബ്രഹാമിന് തെറ്റുപറ്റിപ്പോയി. സാറ അത് പറഞ്ഞപ്പോൾ അബ്രഹാമിന് പറയാമായിരുന്നു, നീ എന്ത് വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്? ഞാൻ എൻ്റെ ദാസിയെ ഭാര്യയായിട്ട് എടുക്കുകയോ? എന്താണ് ഈ പറയുന്നത്? ഞാൻ അത്രയും നിസ്സാരനായി പോകുമെന്നാണോ നിൻ്റെ വിചാരം? പറയാമായിരുന്നു. ഞാൻ ദൈവത്തോട് ഉടമ്പടി ചെയ്ത മനുഷ്യനല്ലേ, ദൈവസ്ഥിതിയിൽ വാക്ക് പറഞ്ഞ മനുഷ്യനല്ലേ. ഞാനവിടെ നിന്ന് ഹാരാനിൽ നിന്ന് വിഗ്രഹാരാധികളുടെ ഇടയിൽ നിന്ന് ഞാൻ പുറപ്പെട്ടപ്പോൾ അന്ന് ദൈവത്തോട് വാക്ക് പറഞ്ഞിട്ടല്ലേ ഞാൻ പോകുന്നത്. ഭൂമിയിലെ മനുഷ്യരോടും അല്ലല്ലോ ഞാൻ വാക്ക് പറഞ്ഞത്. നീ എന്താണ് ഇങ്ങനെ പറയുന്നത്? വേണമെങ്കിൽ പറയാമായിരുന്നു, അബ്രഹാമിന് പറയാമായിരുന്നു. പക്ഷേ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഒരു വീക്ക് പോയിൻ്റ് ആയിപ്പോയി. അത് ഒരു ബലഹീനവശമായിപ്പോയി, വീക്ക് പോയിൻ്റ്. അബ്രഹാം ഈ ദാസിയെ ഭാര്യയായിട്ടെടുത്തു. അവൾ ഗർഭിണിയായി, ഹാഗാർ ഗർഭിണിയായി എന്ന് കണ്ടപ്പോഴേക്കും അവൾ ഇത്തിരി ഗൗരവമായിട്ട് ഇതൊക്കെ പെരുമാറാൻ തുടങ്ങി. സാറയെ അത്ര ഗവനിക്കുന്നില്ല. സാറ യജമാനത്തിയാണ്. പക്ഷേ അവൾക്കറിയാം അവൾ അബ്രഹാമിൻ്റെ കിടപ്പറയിൽ അവൾ അബ്രഹാമിൻ്റെ ഭാര്യയായിട്ട് കഴിയുകയാണ്. അപ്പോൾ സാക്ഷാൽ ഭാര്യയായ സാറയെ ഈ ഹാഗാർ ഗവനിച്ചില്ല, മാനിച്ചില്ല, ആദരിച്ചില്ല, അനുസരിച്ചുമില്ല. കാര്യം വഷളായിപ്പോയി, പ്രയാസമായി. കുടുംബം കലങ്ങി. വിശ്വാസികൾ പിതാവായി അബ്രഹാമിൻ്റെ കുടുംബം കലങ്ങി. അങ്ങനെ വരും, കുടുംബം കലങ്ങും. കുടുംബം കലങ്ങരുത്. നമ്മുടെ കുടുംബങ്ങൾ കലങ്ങാനിട വരരുത് ഒരിക്കലും. എന്ത് വന്നാലും ശരി, കുടുംബം കലങ്ങരുത്. ഭാര്യയും ഭർത്താവും ഒരു ഹൃദയമായിരിക്കണം തീർച്ചയായിട്ടും. എന്തെല്ലാം നഷ്ടം വന്നാലും ശരി, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അനർത്ഥം വരാൻ നിങ്ങൾ സമ്മതിക്കരുത് ഒരു കാരണവശാലും. ഏതൊരു കാര്യം വന്നാലും ഉടനെ ദൈവ തിരുവനന്തപുരത്തേക്ക് നോക്കണം. കർത്താവ്, ഞാൻ എന്ത് വേണ്ടു, എങ്ങനെയാണ് വേണ്ടത്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ദൈവത്തിൽ നിന്ന് ഒരു അശരീര ശബ്ദം കേൾക്കുമെന്ന് ഞാൻ പറയില്ല. ദൈവം നിങ്ങളോട് നേരിട്ട് വന്ന് സംസാരിക്കുമെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഒരു വിനയമുള്ള മനസ്സുണ്ടെങ്കിൽ, ഒരു വിനയമുള്ള ഹൃദയം ഉണ്ടെങ്കിൽ, കർത്താവ്, ഞാൻ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ചോദിക്കാം, ദൈവത്തിൽ നിന്ന് യാചിക്കാം, ഉപവാസത്തോടുകൂടി പ്രാർത്ഥിക്കാം. കർത്താവ് നേർവഴിയിൽ നടത്തും. പക്ഷേ ഈ ഹാഗാർ അബ്രഹാമിൻ്റെ ഭാര്യയെ പോലെ പെരുമാറിയപ്പോൾ സാറ വിഷമിച്ചു. സാറ അബ്രഹാമിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു, കണ്ടോ, ഇത് വലിയ ശല്യമായി പോയല്ലോ. ഇപ്പോൾ അവൾ എന്നെ അനുസരിക്കുന്നില്ലല്ലോ, ഗവനിക്കുന്നില്ലല്ലോ, അവൾ ഇപ്പോൾ യജമാനത്തിയെ പോലെ പെരുമാറുകയാണല്ലോ, ഞാൻ എന്താ ചെയ്യേണ്ടത്? അബ്രഹാം പറഞ്ഞു, നിനക്കൊരു കാര്യം ചെയ്യാം,
അവൾ നിൻ്റെ ദാസിയല്ലേ, പറഞ്ഞു വിട അവളെ, ഇവിടെ പറഞ്ഞു വിട്. പൂർണ്ണ ഗർഭിണിയായ ഹാഗാറിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഗർഭിണിയായ ഹാഗാർ മരുഭൂമിയിൽ കൂടി അലഞ്ഞു നടക്കുകയാണ്. എങ്ങോട്ടാണ് പോകുന്നത്? മരുഭൂമിയിൽ കൂടി അലഞ്ഞു നടക്കുന്നു. മരുഭൂമിയിൽ, ഹാഗാർ മരുഭൂമിയിൽ. എവിടെ എത്തുന്നത് അറിയാൻ പാടില്ല. അങ്ങ് എത്താൻ എവിടെയെങ്കിലും സ്ഥലം ഇന്നത് എത്താമെന്നൊരു ചിന്തയുണ്ടോ? ഇല്ല, ഒരു ലക്ഷ്യമില്ല. ആ സ്ത്രീ ഗർഭഭാരവും വഹിച്ച് ചൂടേറ്റുള്ളം വിയർത്ത് ഹൃദയം തകർന്ന് മനസ്സുരുകി അവൾ ആ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്തു പോവുകയാണ്. എങ്ങോട്ടെന്ന് അറിയാൻ പാടില്ല. ലക്ഷ്യമില്ലാത്ത യാത്ര. സഹോദരങ്ങളെ, ലക്ഷ്യമില്ലാത്ത യാത്രയിൽ നിങ്ങളാരെങ്കിലും ഉണ്ടോ ഇന്ന്? എന്താണ് നാളെ അറിഞ്ഞുകൂടാ. ലക്ഷ്യമില്ല, ഒരു ലാക്കില്ല, ജീവിതത്തിൽ ആരോരും തുണയില്ല, നമ്മുടെ ദയനീയമായ അവസ്ഥ കാണാൻ ആരുമില്ല, സഹതപിക്കാൻ ആരുമില്ല, ഒരു നല്ല വാക്ക് പറയാൻ ആരുമില്ല. എന്താണ് ഇതിൻ്റെ അവസാനം? എന്താ ലക്ഷ്യം? ലക്ഷ്യം ഇല്ലാത്ത യാത്ര, ദുരിതം പിടിച്ച യാത്ര, യാതനാഭരിതമായ യാത്ര. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മിൽ പലരും അങ്ങനെയൊക്കെയാണ്. നാളെയെക്കുറിച്ച് ഓർക്കുമ്പോൾ ലക്ഷ്യം നഷ്ടപ്പെടുന്നു. നാളെയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു സന്തോഷം കിട്ടുന്നില്ല, ഒരറ്റം കിട്ടുന്നില്ല. എവിടെയാണ് ചെന്ന് ചേരുക? എന്താണ് ഇതിൻ്റെ അവസാനം? എവിടെയാണ്? എന്നും എരിയുരിക്കൊള്ളുകയാണ്, എന്നും ചൂടേറ്റ് ശരീരം വിയർക്കുകയാണ്, വിയർത്തൊലിക്കുകയാണ്. ചൂടുള്ള കാറ്റേറ്റ് ശരീരം കൊമളിക്കുകയാണ്, ശരീരം കരുവാളിക്കുകയാണ്. എന്ത് ചെയ്യും? ഗർഭഭാരം കൊണ്ട് താനും ഒരു തണൽ കിട്ടിയിരുന്നെങ്കിൽ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്നാൽ ജീവിതത്തിൽ യാതനയേറ്റ് ദുരിതം പിടിച്ച് വലയുന്നവർക്ക് സഹായിയായി ജീവനുള്ള ദൈവമുണ്ട്. ദൈവം കരഞ്ഞുകൊണ്ട് പോകുന്ന ഹാഗാറിനെ കണ്ടു. ദൈവം അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു. ദൈവദൂതൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ദൈവം അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു. ചോദിച്ചു, സാറായുടെ ദാസിയായ ഹാഗാറേ, നീ എവിടെ നിന്ന് വരുന്നു? എങ്ങോട്ട് പോകുന്നു? എങ്ങോട്ടാണ് പോകുന്നത് അറിയാൻ പാടില്ലല്ലോ. എങ്ങോട്ട് പോകുന്നു പറയാൻ ഒരു സ്ഥലമില്ലല്ലോ. ഇതാ അനാഥയായി മരുഭൂമിയിൽ കൂടി പോവുകയാണ്. എന്നെ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടു. അനാഥയായി മരുഭൂമിയിൽ കൂടി പോകുന്ന ഹാഗാറിനോട് ദൈവം ചോദിക്കുന്നു, നീ എവിടെ നിന്ന് വരുന്നു? എങ്ങോട്ട് പോകുന്നു? അവൾ നോക്കിയപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ഒരു നീരുറവ് കണ്ടു. ഉപകാരം, ഇത്തിരി വെള്ളം കുടിക്കാമല്ലോ. നീരുറവ് കണ്ടു. ആ നീരുറവിൽ നിന്ന് വെള്ളം കുടിച്ചു. ദൈവം പറഞ്ഞു, നീ നിൻ്റെ യജമാനത്തിക്ക് കീഴടങ്ങിയിരിക്കുക. നീ തിരിച്ചു ചെല്ല്. യജമാനത്തിക്ക് നീ കീഴടങ്ങിയിരിക്കുക. അവിടെ ചെന്ന് സാറായ്ക്ക് നീ കീഴടങ്ങിയിരിക്കുക. നീ ഒരു ദാസിയല്ലേ, നീ കീഴടങ്ങിയിരിക്കുക. ദൈവത്തിന് സ്തോത്രം. മരുഭൂമിയിൽ അവിടെയുള്ളൊരു കിണർ കണ്ടു. ആ കിണറിന് ബേർ ലഹീ രോയി എന്ന് പേരിട്ടു. ദൈവം എന്നെ കാണുന്നതൊക്കെ പേരിട്ടു. ദൈവം എന്നെ കാണുന്നു. മരുഭൂമിയിൽ ദൈവം എന്നെ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമേ, നീ എന്നെ കാണുന്നു. ഈ ലോകത്താരും എന്നെ കണ്ടില്ല. എൻ്റെ യാതനയാരും അറിഞ്ഞില്ല. എൻ്റെ അനാഥത്വമാരും കണ്ടില്ല. എൻ്റെ ദുരിതമാരും അറിഞ്ഞില്ല. പക്ഷേ എന്നെ കാണുന്നൊരു ദൈവം, എൻ്റെ ദൈവം എന്നെ കാണുന്നു. എന്നെ കാണുന്നൊരു ദൈവം, എന്നെ അറിയുന്നൊരു ദൈവം, എന്നെ സ്നേഹിക്കുന്നൊരു ദൈവം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ, ഇന്ന് ഈ സമയത്ത് നിങ്ങൾ വരണ്ട അനുഭവത്തിലാണെങ്കിൽ ദൈവം നിങ്ങളെ കാണുന്നുണ്ട്. മകനെ, നീ ഏകാഗിയല്ല. മകളെ, നീ ഏകാഗിയല്ല. നീ ഒറ്റയ്ക്കല്ല. നിങ്ങൾക്ക് തോന്നുന്നു എനിക്ക് ആരുമില്ലെന്ന്. എന്നെ സഹായിക്കാൻ എനിക്ക് ആരുമില്ല. എൻ്റെ അപ്പൻ എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ അമ്മ എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചു, എനിക്ക് ആരുമില്ല. മോളെയെല്ലാം നീ കേൾക്കൂ, നിന്നെ കാണുന്നൊരു ദൈവമുണ്ട്. സ്വർഗം നിന്നെ കാണുന്നു. നിൻ്റെ വേദന അറിയുന്നു, നിൻ്റെ യാതന അറിയുന്നു, നിൻ്റെ ദുരിതം അറിയുന്നു, നിൻ്റെ ഹൃദയത്തിൻ്റെ അങ്കലപ്പുകൾ ദൈവം അറിയുന്നു, നിൻ്റെ അവരാധികൾ ദൈവം അറിയുന്നു. എല്ലാം അറിയുന്നതിനായൊരു ദൈവം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കറിയാമോ ഈ ദൈവത്തെ? ഈ ദൈവത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ വചനം കേട്ട് നിങ്ങൾ ദൈവത്തിൽ താണിട്ടുണ്ടോ? നിങ്ങൾ ഹൃദയം ദൈവത്തിന് കൊടുത്തിട്ടുണ്ടോ? വളരെ പരിപരുക്കൻ ജീവിതത്തിൻ്റെ യാതനാഭരിതമായ അവസരങ്ങളിൽ ദൈവത്തിലേക്ക് നോക്കുവാനും ദൈവത്തിൽ ആശ്രയിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? സ്വർഗസ്ഥനായ ദൈവം നിങ്ങളുടെ വരൾച്ച അറിയുന്നു, നിങ്ങളുടെ വേദന അറിയുന്നു, നിങ്ങളുടെ യാതന അറിയുന്നു, നിങ്ങളുടെ അനാഥത്വം അറിയുന്നു. അഗതിയെപ്പോലെ പലായനം ചെയ്യുന്ന ഈ പാവപ്പെട്ട പെൺകുട്ടിയെ കണ്ട ദൈവം ഇന്ന് നിങ്ങളെയും കാണുകയാണ്. നിങ്ങൾ വിശ്വസിക്കൂ. ദൈവത്തിന് സ്തോത്രം. ഹാഗാർ മരുഭൂമിയിൽ ദൈവത്തിൻ്റെ വചനം കേട്ടു. ഹാഗാർ മരുഭൂമിയിൽ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു. സ്നേഹിത, നീ വിശ്വസിക്കൂ. നിൻ്റെ ഹൃദയം വരണ്ടുണങ്ങിയതാണെങ്കിലും അല്പം പോലൊരു നനവിൻ്റെ കനിവില്ലാത്തതാണെങ്കിലും ദൈവത്തിൻ്റെ ശബ്ദം നീ കേൾക്കൂ. ദൈവശബ്ദത്തിനെ ഉണർത്തുന്ന ശബ്ദമാണ്. ദൈവശബ്ദത്തിനെ വളർത്തുന്ന ശബ്ദമാണ്.
ദൈവത്തിൻ്റെ ശബ്ദം നിന്നെ ഉണർത്തുന്ന ശബ്ദമാണ്. ദൈവത്തിൻ്റെ ശബ്ദം നിനക്ക് ശക്തി പകരുന്ന ശബ്ദമാണ്. ദൈവത്തിന് നിനക്ക് ചൈതന്യം തരുന്ന ശബ്ദമാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം ജീവനുള്ള വചനം, ശക്തിയുറ്റ വചനം, തീക്കെടുത്ത വചനം നിൻ്റെ ഹൃദയത്തിലേക്ക് ദൈവം പാകി തരികയാണ്. ഈ വചനം കേൾക്കുമ്പോൾ നിൻ്റെ ഹൃദയം ഉണരട്ടെ. നീ ആശ്വാസം പ്രാപിക്കുക, നീ സമാധാനം പ്രാപിക്കുക, സന്തോഷം പ്രാപിക്കുക. എനിക്ക് ആളുണ്ട് എന്നൊരു ബോധ്യം വരിക. ഞാൻ അനാഥയല്ല, ഞാൻ അനാഥനല്ല എന്നൊരു ബോധ്യം വരിക. എനിക്ക് യേശു ഉണ്ട് എന്ന് നീ ഉറയ്ക്കുക. യേശുവിൽ നീ ആശ്രയിക്കുക. അവൻ തൃപ്പാദം നീ ചുംബിക്കുക. ആ തൃപ്പാദത്തിലുള്ള ആണിപ്പഴുതുകൾ നീ ചുംബിക്കുക. നിൻ്റെ ഹൃദയങ്ങൾ സമർപ്പിക്കുക, അനുഗ്രഹം പ്രാപിക്കുക. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, നിൻ്റെ തൃക്കരം തടണമേ. പ്രാർത്ഥിക്കുമ്പോൾ കാണാം യേശുവിൻ്റെ ആണിപ്പാടുകൾ നിങ്ങളുടെ തലമേൽ ഇങ്ങനെ വിരിച്ചു നിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രാവ് പറന്ന് നിൽക്കുന്നത് പോലെ യേശുവിൻ്റെ ആണിപ്പാടുകൾ നിങ്ങളുടെ തലമേൽ വയ്ക്കാനായി ഇങ്ങനെ കാത്തു നിൽക്കുന്നത് കാണാം. അത് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ കർത്താവിനോട് പറയണം, കർത്താവേ, ഇപ്പോൾ തന്നെ നിൻ്റെ കരം എൻ്റെ തലമേലും തൊടണമേ. ഹല്ലേലൂയ. അശുദ്ധിയുള്ള തലമേലും തൊടണമേ, അത്യാഗ്രഹമുള്ള തലമേലും തൊടണമേ. എൻ്റെ ജീവിതത്തിലെ കേടുകളും തെറ്റുകളും അനേകം സംഭവങ്ങൾ, പാപത്തിൻ്റെ സംഭവങ്ങളൊന്നു പോയ ഈ തലമേൽ തൊടണമേ. ഈ തലയെ നീ വിശുദ്ധീകരിക്കണമേ. എൻ്റെ ചിന്തകളെ നീ വിശുദ്ധീകരിക്കണമേ. എൻ്റെ വിചാരങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ. കർത്താവേ, എൻ്റെ ഹൃദയത്തിലുള്ള അസൂയയെ നീ മാറ്റി തരണമേ. എൻ്റെ തലമേൽ നിൻ്റെ കരം വെച്ച് എന്നെ വിശുദ്ധീകരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, ഇപ്പോൾ തന്നെ എതിർക്കാരൻ്റെ തലമേൽ വയ്ക്കണമേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അത് കർത്താവിന് തൃക്കരം നിങ്ങളുടെ തലമേലേക്ക് നിങ്ങൾ അനുഭവിക്കാൻ സാധിക്കുമോ? ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക്? യേശുവിന് തൃക്കരം വയ്ക്കാൻ നിങ്ങൾ ആഗ്രഹമുണ്ടോ? യേശുവിന് തൃക്കരം നിങ്ങളുടെ തലയിലേക്ക് നിങ്ങൾക്ക് ഇന്ന് അനുഭവിക്കാൻ താല്പര്യമുണ്ടോ? എങ്കിൽ നിങ്ങൾ യേശുവിനോട് പറയൂ, കർത്താവേ, ജീവിതം, പാവം നിറഞ്ഞ ജീവിതം, അശുദ്ധി പറ്റിയ ജീവിതം, തിന്മ പറ്റിയ ജീവിതം, പണത്തിന് വേണ്ടി ഓടിയ ജീവിതം, പണം സമ്പാദിക്കാൻ എന്ത് കുൽസിത മാർഗ്ഗങ്ങളും സ്വീകരിക്കാൻ മടിയില്ലാതിരുന്ന ജീവിതം, കർത്താവേ, എല്ലാ പാപങ്ങളും തിന്മകളും പൂണ്ട ഈ ജീവിതം ഞാനിതാ തിരുമുമ്പാകെ അർപ്പിക്കുന്നു. നിന്റെ തൃക്കരം ഒന്ന് വെക്കണമേ. എൻ്റെ തലമേൽ തൃക്കരം വെക്കണമേ. എന്നെ തുടരണമേ കർത്താവേ. നിൻ്റെ തിരക്തം തൊടുമ്പോൾ എല്ലാ ശുദ്ധിയും മാറുമല്ലോ. ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇന്നു മുതൽ ഒരു പുതിയ മനുഷ്യനായി ജീവിക്കും. ഹല്ലേലൂയ. മക്കളെ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇന്നു മുതൽ യേശുവേ, ഞാനൊരു പുതിയ മനുഷ്യനായി ജീവിക്കും. ഹല്ലേലൂയ. ഇന്നു മുതൽ ഞാനൊരു പുതിയ മനുഷ്യനായി സൃഷ്ടിക്കും, പുതിയ സൃഷ്ടിയായി ജീവിക്കും. ഇത്രയും കാലം കഴിഞ്ഞു പോയ ജീവിതം, പാപം നിറഞ്ഞ ജീവിതം, അശുദ്ധി പറ്റിയ ജീവിതം, തിന്മ പറ്റിയ ജീവിതം, വഞ്ചനയും കളവും ചതിവുമുള്ള ജീവിതം, കർത്താവേ, തെറ്റുകൾ പറ്റിപ്പോയ ജീവിതം, അത് ഇതാ തിരുമുമ്പാകെ ഞാൻ തുറന്നു വയ്ക്കുന്നു. ഇപ്പോൾ തൃക്കരം വെക്കണമേ. എന്നെ തൊടണമേ, എന്നെ അനുഗ്രഹിക്കണമേ. ആ തിരുരക്തത്താലിൻ്റെ പാപക്കറകൾ കഴുകണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. നമ്മുടെ തലകളെ ഉണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. തലകളെ ഉണക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ മക്കളോടൊന്ന് ഇടപെട്ടതിനായി നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ കൃപയുടെ വചനം ഞങ്ങൾക്ക് തന്നതിനായി നന്ദിയോടെ സ്തോത്രം. ജീവിതത്തിൽ ക്ലേശിച്ച് ഓടി തളർന്നവരായി ഞങ്ങളെ അവിടെ സന്ദർശിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. കരുണയുള്ള കർത്താവേ, തിരുവചനത്താൽ ഞങ്ങളെ ഇനിയും വാഴ്ത്തണം, ഇനി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഉള്ളം വചനത്താൽ നിറയ്ക്കണമേ. തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ തന്നെ ഫലമേൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കുറേയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം.